ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് JVM അഥവാ ജാവ വെർച്വൽ മെഷീൻ ആൻഡ് CLR കോമൺ ലാംഗ്വേജ് റൺ ടൈം. കോമൺ ലാംഗ്വേജ് റൺ ടൈം ആണ് മൈക്രോസോഫ്റ്റിന്റെ .NET പ്ലാറ്റ്ഫോമിന്റെ എക്സിക്യൂഷൻ എഞ്ചിൻ. JVM ആണ് ജാവ പ്ലാറ്റ്ഫോമിന്റെ എക്സിക്യൂഷൻ എഞ്ചിൻ. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ വളരെ സാമ്യമുണ്ടായിട്ട് JVM എക്സ്പെർട്ടൈസ് ഉള്ളവർ CLR പഠിക്കാനോ CLR എക്സ്പെർട്ടൈസ് ഉള്ളവർ JVM പഠിക്കാനോ പൊതുവെ താല്പര്യം കാണിക്കുന്നതായിട്ട് കാണാറില്ല. അത് ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതൊരു അവസരം കളഞ്ഞു കുളിച്ചത് മാതിരിയാണ് ചെയ്യുന്നത്. രണ്ട് മതങ്ങളുടെ അനുയായികളെ മാതിരിയാണ് ജാവ പ്രോഗ്രാമേഴ്സും CLR പ്രോഗ്രാമേഴ്സും പെരുമാറുന്നത്. ജാവ പ്രോഗ്രാമർ പൊതുവെ .NET വളരെ ഒരു പുച്ഛമനോഭാവത്തോടെയാണ് കാണുന്നത്. C# പ്രോഗ്രാമേഴ്സിന് ജാവ പ്ലാറ്റ്ഫോമിന് അധികം വെറുപ്പൊന്നും കാണാറില്ല. ഫോർ സം റീസൺ ലൈബ്രറികളുടെ പേര് കേട്ടിട്ടോ എന്തുകൊണ്ടോ അവരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോ നമുക്ക് ഇത് എന്നെ കുറിച്ചൊരു ചെറിയൊരു വിവരണമാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ 1993 വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ കുറെ ഓണം കൊണ്ടിട്ടുണ്ടെന്നല്ല, ഒരു നന്നായി ഓണം കൊണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഹാവ് റിട്ടൺ 2 books ഓൺ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. 2017 എഴുതിയ .NET ഡിസൈൻ പാറ്റേൺ എൻ്റെ ലോങ് ടൈം കൊളാബറേറ്ററായ ഷൈൻ സേവറിന്റെ കൂടെയാണ് ഞാൻ ബുക്ക് എഴുതിയത്. രണ്ടാമത്തെ ബുക്ക് 2018 പബ്ലിഷ് ചെയ്തതാണ്, C++ റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ്. അത് ഞാൻ എൻ്റെ ഫ്രണ്ടായ പീറ്റർ എബ്രാമിന്റെ കൂടെയാണ് ഞാൻ എഴുതിയത്. ഇതാണ് എന്നെ കുറിച്ച് ഒരു ഏകദേശ വിവരണം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പഠിക്കാം. എങ്ങനെ .NETഉം ജാവയും ഈ സ്ഥിതിവിശേഷത്തിലെത്തി. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് 2020-ലാണ്. ഇതിപ്പോ നമ്മൾ പറയുന്നത് 1995, അതായത് വിൻഡോസ് 95 ഇറങ്ങിയിട്ട് 25 കൊല്ലമാകുന്നു. ജാവയുടെ 25 കൊല്ലം അടുത്ത് തന്നെ ആഘോഷിക്കുന്നതാണ്. അപ്പോ 1995 കമ്പ്യൂട്ടിങ്ങിന്റെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ PC പ്ലാറ്റ്ഫോമിന്റെ കേസിൽ വിഷ്വൽ C++ പ്രോഗ്രാമേഴ്സ് ഒരു സ്ഥലത്ത്, ബാക്കിയുള്ളവര് എന്താ പറയുക, വിഷ്വൽ ബേസിക്, പവർ ബിൽഡർ, ഡെൽഫൈ ഇങ്ങനെയുള്ള റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് വേറെ സ്ഥലത്തുമാണ്. അപ്പോ മൈക്രോസോഫ്റ്റ് ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബഡിങ് അഥവാ കോമ്പണന്റ് ഒബ്ജക്ട് മോഡൽ പ്രോഗ്രാമിംഗ് മോഡൽ പുഷ് ചെയ്തിരിക്കുന്ന കാലത്താണ് ജാവ രംഗപ്രവേശം ചെയ്യുന്നത്. ജാവയുടെ ഒറിജിനൽ ഉദ്ദേശം ജാവ ആപ്ലെറ്റുകൾ, അതായത് ജാവ വാസ് ക്രിയേറ്റഡ് ടു റൺ സ്മോൾ ആപ്ലിക്കേഷൻസ് ഇൻസൈഡ് ദി വെബ് ബ്രൗസർ. അന്ന് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ വരുന്നേ ഉള്ളൂ, ഇന്റർനെറ്റ് എക്സ്പ്ലോററും രംഗത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ജാവ ആപ്ലെറ്റ് ഓടിക്കാൻ വേണ്ടിയാണ് ജാവ രംഗപ്രവേശം ചെയ്യുന്നത്. 1997 ആയപ്പോഴേക്കും മൈക്രോസോഫ്റ്റും അവരുടെ ജാവ കമ്പൈലർ ഇറക്കുകയാണ് ചെയ്തത്, വിഷ്വൽ J++. ഈ വിഷ്വൽ J++ന്റെ എഞ്ചിനീയറിംഗ് എഫേർട്ടിനായി ബോർലൻഡ് ഡെൽഫിയുടെ ചീഫ് കമ്പൈലർ റൈറ്ററായ ആൻഡ്രിയ സെയിൽബർഗിനെ ബോർലൻഡിൽ നിന്ന് മൈക്രോസോഫ്റ്റിലോട്ട് ഹയർ ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ്രിയ സെയിൽബർഗ് ആകട്ടെ ടർബോ പാസ്കൽ, ഒബ്ജക്ട് പാസ്കൽ, ടർബോ വിഷൻ, അതേമാതിരി ബോർലൻഡ് ഡെൽഫി 1, 2 ഇതിന്റെ ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു. അദ്ദേഹം പാസ്കൽ കമ്പൈലർ ലീനിയേജ് കുറെ പാസ്കൽ കമ്പൈലറുകൾ എഴുതിയിട്ടുണ്ട്. ഒരു കമ്പൈലർ എഞ്ചിനീയറിംഗിലെ വേൾഡിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് പിൽക്കാലത്ത് C# എന്താ പറയാ ടൈപ്പ് സ്ക്രിപ്റ്റും ഡിസൈൻ ചെയ്തത്. മെയിൻ ഡിസൈൻ എഞ്ചിനീയർ അദ്ദേഹമായിരുന്നു. ഡച്ചുകാരനാണ് അദ്ദേഹം. ഇൻസിഡന്റ്ലി ബിയാൻ സ്ട്രോസ്ട്രപ്പ്, സോറി ഡച്ചുകാരനല്ല, ഡെൻമാർക്കുകാരനാണ്. ബിയാൻ സ്ട്രോസ്ട്രപ്പും ഡെൻമാർക്കുകാരനാണ്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ C++ഉം C# ഒരു ഡെൻമാർക്ക് ലീനിയേജുള്ള ലാംഗ്വേജ് ആണെന്ന് ഒരു പരിധി വരെ പറയാം. അപ്പൊ 1997 ആയപ്പോഴേക്കും വിഷ്വൽ J++ became the fastest compiler. ഒരു മിനിറ്റിൽ 85,000 ലൈൻ ജാവ കോഡ് വരെ അത് കമ്പൈൽ ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് pretty much faster than ജാവ. ഈ സമയത്ത് ഒരു കാര്യം സാധിച്ചു, ആപ്ലെറ്റ് അത്ര അന്നത്തെ മെഷീൻസ് ആപ്ലെറ്റ് ഓടിക്കാൻ മാത്രം പാകമായിരുന്നില്ല. IBM ഒക്കെ ടെർമിനൽ എമുലേറ്റേഴ്സും എല്ലാം എഴുതി, പക്ഷെ അത് അത്ര കൊണ്ട് വിജയിച്ചില്ല. അപ്പോൾ ലൈക്ക് ഇൻ ദ സിലിക്കൺ വാലി ട്രഡീഷൻ they retargeted Java to do server development. അപ്പോൾ EJB സ്പെസിഫിക്കേഷൻ, ജാവ സെർവ്ലെറ്റ്സ് ഒക്കെ
97 രംഗപ്രവേശനം ചെയ്തത്. റഫ്ലി ദ സെയിം ടൈം മൈക്രോസോഫ്റ്റ് ASP ആക്റ്റീവ് സെർവർ പേജസ് മാർക്കറ്റിൽ കൊണ്ടുവരികയും അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം ആക്റ്റീവെക്സ് ടെക്നോളജി പോപ്പുലർ ആവുകയും DCOM വരികയും ചെയ്തു. ഒലേനെ അവർ ആക്റ്റീവെക്സ് എന്ന് റീനെയിം ചെയ്തു. ബിൽ ഗേറ്റ്സിന്റെ ആദ്യം ബിൽ ഗേറ്റ്സ് ഇന്റർനെറ്റ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ നിരാകരിച്ച് മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്ക് പുഷ് ചെയ്യാനാണ് നോക്കിയത്. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം രണ്ട് പുസ്തകങ്ങൾ ബിൽ ഗേറ്റ്സ് ചെയ്തു. ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട്, പിന്നെ രണ്ടാമത്തെ ടൈറ്റിൽ ഓർമ്മയില്ല. രണ്ടാമത്തെ പുസ്തകത്തിൽ ഒരു ഇന്റർനെറ്റ് സ്ട്രാറ്റജി മൈക്രോസോഫ്റ്റ് ഔട്ട്ലൈൻ ചെയ്യുകയും ഒലേനെ ആക്റ്റീവെക്സ് എന്നും DCOM പ്രോട്ടോകോൾ കൊണ്ടുവരികയും വിൻഡോസ് NT 4 ആവിർഭാവം മൂലം മൈക്രോസോഫ്റ്റ് സ്ട്രോങ് പ്രസൻസ് ഇൻ സെർവർ പ്ലാറ്റ്ഫോമും വന്നു തുടങ്ങി. ആ സമയത്താണ് J++ രംഗം പ്രവേശനം ചെയ്യുന്നത്. Visual J++ compiler became the fastest Java compiler. The compiler was written by a team headed by Andreas Ellsberg. ഞാൻ ആൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ അത് പറഞ്ഞു കഴിഞ്ഞു. മൈക്രോസോഫ്റ്റ് കോം കോമ്പണന്റ് ആക്സസ് ചെയ്യാൻ, ജാവയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി JDirect എന്നുള്ള ഒരു പ്രോട്ടോകോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൺവെൻഷൻ, ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സ് കൊണ്ടുവന്നു. ജാവ കമ്മ്യൂണിറ്റി പ്രോസസ് ആൻഡ് ജാവ സ്പെസിഫിക്കേഷൻ റിക്വസ്റ്റ്, JCP ആൻഡ് JSR പ്രിഫർ ചെയ്ത് ജാവ നേറ്റീവ് ഇന്റർഫേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സൺ മൈക്രോസോഫ്റ്റിനെ സ്യൂ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ ജാവയ്ക്ക് അതിൻ്റെതായ ഒരു റിമോട്ട് പ്രൊസീജിയർ ഇൻവോക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, RMI. അത് വർക്ക് ചെയ്തത് JRMP എന്നുള്ള പ്രോട്ടോകോളിന് മുകളിലാണ്. 1997 EJB സ്പെസിഫിക്കേഷൻ ഇറക്കുകയും അതിനുവേണ്ടി അവർ ഒരു ക്ലെവർ ട്രിക്കാണ് ഉപയോഗിച്ചത്. RMI പ്രോട്ടോകോളിന്റെ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ IIOP ആക്കുകയാണ് ചെയ്തത്. ഇന്റർനെറ്റ് ഇന്റർ ORB പ്രോട്ടോകോൾ ആണ് IIOP. അതേമാതിരി 97 ആയപ്പോഴേക്കും ജാവ കോർബ പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു ചെറിയൊരു കോർബ സെർവർ ജാവയിൽ ഇന്നും ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ദ ടാവോ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ACE ORB, അതാണ് ഇന്നത്തെ ലീഡിങ് കോർബ സെർവർ. സീമെൻസിന്റെ ടീം സെന്റർ അതാണ് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഡിഡ് നോട്ട് കംപ്ലൈ ടു JCP പ്രോസസ് ആൻഡ് ജാവ സ്പെസിഫിക്കേഷൻ റിക്വസ്റ്റും JCPയും മൈക്രോസോഫ്റ്റ് ഫോളോ ചെയ്യാത്തത് മൂലം സൺ മൈക്രോസോഫ്റ്റിനെ സ്യൂ ചെയ്യുകയും അങ്ങനെ ആ ബാറ്റിൽ സൺ ജയിക്കുകയും മൈക്രോസോഫ്റ്റിന് J++ കമ്പൈലർ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. മൈക്രോസോഫ്റ്റ് പിൽക്കാലത്ത് J# എന്നുള്ളൊരു കമ്പൈലർ ഇറക്കി, .NET ഇറക്കിയിരുന്ന കാലത്ത്. അത് വേറൊരു കഥയാണ്. എങ്ങനെയാണ് ജാവ അപ്സ്റ്റേജ്ഡ് വിഷ്വൽ C++ VB.com, ഇത് ഞാൻ പറയുന്നത് ഒരു 97-99 കാലത്താണ്. COM വാസ് എ ടെക്നോളജി സൊല്യൂഷൻ, വാസ് സപ്പോസ് ടു rectify the shortcomings of C++. നമ്മളൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു സ്റ്റാറ്റിക്കലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിന് റിഫ്ലക്ഷൻ എന്നുള്ളൊരു, അതായത് ഇൻട്രോസ്പെക്ഷൻ, നമുക്ക് റൺ ടൈമിൽ അതിലെ മെത്തേഡ് ഉണ്ടെന്നോ ഡാറ്റ എന്താണെന്നൊന്നും നമുക്ക് പെറൂസ് ചെയ്യാനുള്ള സൗകര്യമില്ല. മെറ്റാഡാറ്റ ഇൻഫർമേഷൻ കമ്പൈലർ ഡിസ്കാർഡ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പൈലർ അത് ഡിസ്കാർഡ് ചെയ്യുന്നു. അതുകൊണ്ട് C++ൽ പല ന്യൂനതകൾ സോൾവ് ചെയ്യാനാണ് ഈവൻ ഡിസൈൻ പാറ്റേൺ മൂവ്മെന്റ് പോലും ജന്മമെടുത്തത്. കോമിന്റെ കാര്യത്തിലാണെങ്കിൽ കോം ഒരു ടെക്നോളജി സൊല്യൂഷൻ ആയിരുന്നു. കോമിൽ iDispatch എന്നുള്ളൊരു ഇന്റർഫേസ് വെച്ചിട്ട് മൈക്രോസോഫ്റ്റ് റിഫ്ലക്ഷൻ സപ്പോർട്ട് ചെയ്യുകയും, അതായത് ഒരു ഇന്റർഫേസ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് മോഡലാണ് കോം മുന്നോട്ട് വെച്ചത്. പക്ഷെ എന്ത് പറ്റിയെന്നാൽ ജാവ ബീൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജാവ ഇൻട്രോസ്പെക്ഷൻ API ഇവര് ജാവ സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് പിന്നെ റിഫ്ലക്ഷൻ API ആവുകയും ചെയ്തു. ജാവയിൽ റിഫ്ലക്ഷൻ വരികയും ഇന്റർഫേസിന് ഒരു സ്പെഷ്യൽ കീവേഡ് ഉണ്ടാവുകയും ചെയ്തതോടെ വാട്ട് എവർ ബെനിഫിറ്റ്സ് കോം വാസ് സപ്പോസ് ടു ഗീവ്, അത് ജാവ ലാംഗ്വേജ് ലെവലിൽ അച്ചീവ് ചെയ്യാണ് ചെയ്തത്. ഒരു 99 ഒക്കെ ആയപ്പോഴേക്കും വെർച്വൽ മെഷീൻ ഓടാൻ പാകം സിസ്റ്റംസ് ഒക്കെ ഒരുവിധം പവർഫുൾ ആയി. പിന്നെ ഫോർ സം റീസൺ പെർസെപ്ഷൻ കൊണ്ടും ജാവയുടെ ഡെവലപ്മെന്റ് കുറച്ചുകൂടി C++ ഡെവലപ്മെന്റിനേക്കാൾ എളുപ്പമായിരുന്നു.
അപ്പോൾ ഇന്റർനെറ്റ് സെൻട്രിക് അപ്ലിക്കേഷന് ജാവയെ ഇന്റർനെറ്റ് C++ എന്ന് പോലും ആൾക്കാർ വിളിക്കുകയുണ്ടായി. പിന്നെ RMI IIOP കോർബെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായും ജാവ കോർബ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിന് വളരെ പ്രിഫർ ചെയ്യപ്പെട്ടു. അത് ആ ഒരു പശ്ചാത്തലത്തിൽ വിഷ്വൽ ബേസിക്കിൽ നിന്ന് കുറെ ഡെവലപ്പേഴ്സ് ജാവയിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ന്യൂ ലിനക്സ് ക്രിട്ടിക്കൽ മാസ് എത്തിയതും അതേ സമയത്താണ്. അപ്പോൾ ജാവ വാസ് എ ടെക്നോളജി വിച്ച് വാസ് അൺവെയിൽഡ് അറ്റ് ദ റൈറ്റ് ടൈം. അതൊരു 95 ആണെങ്കിലും ഒരു ബൈ 99 ആയപ്പോഴേക്കും ജാവ വാസ് റെഡി ടു സ്റ്റോം ദ വേൾഡ്. 2000-2001 ആയപ്പോഴേക്കും മൈക്രോസോഫ്റ്റിന് വിഷ്വൽ ബേസിക്കിൽ നിന്ന് അന്ന് മൈക്രോസോഫ്റ്റ് പറഞ്ഞിരുന്നത് കോമിനെ ആധാരമാക്കിക്കൊണ്ടുള്ള വിൻഡോസ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഓർ വിൻഡോസ് DNA ആണ് അവരുടെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് പറഞ്ഞത്. പക്ഷേ വിഷ്വൽ ബേസിക്കിൽ നിന്ന് കുറെ ഡെവലപ്പേഴ്സ് ജാവയിലേക്ക് മൂവ് ചെയ്യുകയും മൈക്രോസോഫ്റ്റിന് വെർച്വൽ മെഷീൻ കമ്പ്യൂട്ടിങ്ങിൽ ഭാവിയിൽ ഒരു സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ചർ വരുമെന്ന് മുൻകൂട്ടി കാണുകയും അതിനുവേണ്ടി മൈക്രോസോഫ്റ്റ് ഒരു ജാവ ക്ലോൺ എഴുതുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇമിറ്റേഷൻ ഇസ് ദ സിൻസിയറസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി. അതായത് ഇപ്പൊ നമ്മൾ ഒരാളെ പൊക്കി പറയാൻ ഏറ്റവും ബെസ്റ്റ് അയാളുടെ ചേഷ്ടകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇത് ചെയ്തത്. മൈക്രോസോഫ്റ്റ് ASP+ അഥവാ ASP3-യെ ASP.NET ആയിട്ട് റീനെയിം ചെയ്യും. C# എന്നുള്ളൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 2001 ബീറ്റ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2002 ആയപ്പോഴേക്കും .NET 1 ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു ജാവ മൈക്രോസോഫ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ കുറച്ച് നോൺ സ്റ്റാൻഡേർഡ് എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ സൺ അവരെ സ്യൂ ചെയ്യുകയും ആ കേസ് സൺ ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മൈക്രോസോഫ്റ്റ് ഒരു അവരുടേതായ ജാവ അല്ലെങ്കിൽ .NET 1 can be considered as മൈക്രോസോഫ്റ്റ് ജാവ ലുക്ക് അലൈക്ക് എന്ന് പറയാം, ഒരു ഇമിറ്റേഷൻ ആണെന്ന് പറയാം ഒരു പരിധി വരെ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഇപ്പൊ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ബോർലൻഡ് അവരുടെ pretty much products പാസ്കൽ ലാംഗ്വേജിനെ ആധാരമാക്കിക്കൊണ്ടാണെങ്കിൽ മൈക്രോസോഫ്റ്റിന് ഒരു ക്രഷ് ടുവേർഡ്സ് ബേസിക് ഉണ്ടായി. നമുക്കെല്ലാം അറിയാലോ, MIT ആൾട്ടയർ കമ്പ്യൂട്ടറിൽ ഒരു 4 കിലോമീറ്റർ റാമിലോട്ട് ഒരു വിഷ്വൽ ബേസിക് ഇന്റർപ്രറ്റർ എഴുതിക്കൊണ്ടാണ് ബിൽ ഗേറ്റ്സ് പുള്ളിയുടെ ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പൊ വിഷ്വൽ ബേസിക്കിനോടൊരു ബേസിക് GW ബേസിക്, പിന്നെ ക്യുക്ക് ബേസിക്, അങ്ങനെ QB, അങ്ങനെ കുറെ ബേസിക് കമ്പൈലേഴ്സ് മൈക്രോസോഫ്റ്റ് ഉണ്ടായിരുന്നു കാലാകാലങ്ങളിൽ. ഈ ഇടയ്ക്ക് അവർ GW ബേസിക് ഓപ്പൺ സോഴ്സ് വരെ ചെയ്യുക ചെയ്തു. അപ്പോ വിഷ്വൽ ബേസിക് ബിക്കേം എ വൈറസ് ഫോർ മൈക്രോസോഫ്റ്റ്. അപ്പൊ മൈക്രോസോഫ്റ്റ് ഒരു പുതിയ ലാംഗ്വേജ് ഇറക്കിയ പശ്ചാത്തലത്തില് എന്താ പറയാ, ഒരു വിഷ്വൽ ബേസിക് കില്ലർ അല്ലെങ്കിൽ വിഷ്വൽ ബേസിക്കിനെ അവർ വിഷ്വൽ ബേസിക് .NET സപ്പോർട്ട് ചെയ്തെങ്കിലും അവർ വിചാരിച്ചത് ഇവൻച്വലി അതിനെ നമുക്ക് പതുക്കെ സൈഡ് ലൈൻ ചെയ്യാവുന്നതാണ്. അവർ 2020 അതിൽ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു. ഇനി വിഷ്വൽ ബേസിക് .NET അവർ പുതിയ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പോഴും ഈവൻ 2018 വരെ ഞാനൊരു പെർട്ടിക്കുലർ ക്ലയന്റ്, അതായത് എന്തായിരുന്നു വൈക്കിംഗ് ക്രൂയിസ് എന്നുള്ള അവരുടെ സോഫ്റ്റ്വെയർ അസറ്റ് ഇപ്പോഴും മെജോറിറ്റി VB.NET-ലാണ്. പല സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്ത പല കമ്പനികളിലും VB.NET കോഡ് ഇപ്പോഴും ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക്കിനെ എത്ര കൊല്ലാൻ ശ്രമിച്ചിട്ടും അവർക്കത് സാധിച്ചിട്ടില്ല. അതിപ്പോൾ അവർ ഫൈനലി ആഫ്റ്റർ 18 to 20 years of battle they have managed to sideline Visual Basic in 2019-20. മൈക്രോസോഫ്റ്റ് C# Emperor Strikes Back എന്നാണ് അന്നത്തെ ട്രേഡ് പ്രസ് അതിനെ വിവരിച്ചത്. A new virtual machine platform which adds features at the platform level. ജാവയുടെ മന്ത്രം എന്തായിരുന്നു? റൈറ്റ് വൺസ് റൺ എവരിവെയർ എന്നായിരുന്നു. എന്ന സ്ഥലത്ത് മൈക്രോസോഫ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ റൈറ്റ് ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൺ ഇൻ അവർ പ്ലാറ്റ്ഫോം. വിൻഡോസ് അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ അവർക്ക്. പിന്നെ അൺലൈക്ക് ജാവ ഒരു മൾട്ടി വെണ്ടർ സിസ്റ്റം ആയതുകൊണ്ട്, അതായത് മൾട്ടിപ്പിൾ വെണ്ടേഴ്സ് ഉണ്ട്. സൺ ഉണ്ട്, സൺ ഒറാക്കിൾ ഇപ്പോൾ ഒന്നായി, അപ്പാഷെ ഉണ്ട്, പിന്നെ ജേബോസ് ഉണ്ട് റെഡ് ഹാറ്റിന്റെ, അതേമാതിരി IBM, ഒറാക്കിൾ, ഇവരൊക്കെ പല വെണ്ടേഴ്സ് ഉള്ളത് കൊണ്ട് ജാവയില്
അങ്ങനെ ഫീച്ചേഴ്സ് വെർച്വൽ മെഷീന്റെ ആർക്കിടെക്ചറോ അതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റോ ഒന്ന് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് കൺസെൻസസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ. മൈക്രോസോഫ്റ്റ് ആവട്ടെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ക്ലീൻ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാത്രമല്ല ഒരു പ്രൊപ്പറേറ്ററി കമ്പനി ആയതുകൊണ്ട് അവര് മിക്ക ലാംഗ്വേജ് ഫീച്ചേഴ്സും അവർ പ്ലാറ്റ്ഫോം ലെവലിലാണ് സപ്പോർട്ട് ചെയ്തത്, അതായത് CLR ലെവലിലാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ മൈക്രോസോഫ്റ്റ് ഇവന്റ് ഹാൻഡ്ലിങ്ങിന് വേണ്ടി ഡെലിഗേറ്റ് എന്നുള്ളൊരു കീവേഡ് കൊണ്ടുവന്നു. പ്രോപ്പർട്ടീസിന് ഒരു ഡെഡിക്കേറ്റഡ് കീവേഡ് ഉണ്ട്. ഇൻഡെക്സ്ഡ് പ്രോപ്പർട്ടി അതിന് ഇൻഡെക്സർ ഉണ്ട്. അതേമാതിരി നമുക്ക് ജാവയിലാണെങ്കിൽ ഒരു മെത്തേഡിൽ നിന്ന് ത്രോസ് എക്സെപ്ഷൻസ് എന്നൊക്കെ എഴുതാം, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ഡെലിഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റ് എന്താ പറയുക കുറച്ചും കൂടി ലാംഗ്വേജ് GUI ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് മോഡൽ ഫ്രണ്ട്ലി ആക്കാണ് ചെയ്തത്. അണ്ടർലൈൻ വിൻഡോസ് API ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി p-invoke എന്ന ഒരു സബ് സിസ്റ്റം കൊണ്ടുവരികയും അത് മാത്രമല്ല C# നിന്ന് നമുക്ക് ഡയറക്ട്ലി അൺസേഫ് ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് C കോഡ് എഴുതാം. പ്രാക്ടിക്കലി ഒരു മിനി C കമ്പൈലർ തന്നെ C# കമ്പൈലറിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ജാവ ഉപയോഗിക്കുന്നതായിട്ട് JNI ആണ്. പിന്നെ എക്സലന്റ് കോം ഇന്ററോപ്പറബിലിറ്റി ഉണ്ട് C#. ആ കാലത്ത് അതായത് C# ഇറങ്ങിയ കാലത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും സ്റ്റിൽ വേർഡ് അതേമാതിരി പവർ പോയിന്റ് ഇതൊക്കെ പ്രോഗ്രാം ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ കോമൺ ഇന്ററോപ്പറബിലിറ്റി ആവശ്യമാണ്. പിന്നെ അതേമാതിരി തന്നെ അവർ ASP.NET വെബ് ഫോംസ് എന്നൊരു ടെക്നോളജി അന്ന് അതായത് 2002 അവർ ഇറക്കി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ബേസിക് ഫോം പ്രോഗ്രാം ചെയ്യുന്ന ലാഭത്തോടെ വെബ് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇനിഷ്യലി അതിൽ കുറെ പോസ്റ്റ് ബാക്ക് ഇഷ്യൂസ് ഒക്കെ വരികയും ആൾക്കാർ ട്രയൽ ആൻഡ് എററിൽ അത് പേജ് ലൈഫ് സൈക്കിൾ ഒക്കെ കുറിച്ച് പഠിച്ചു. ഇറ്റ് വാസ് ആക്ച്വലി എ സക്സസ്ഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ran within the Microsoft ecosystem till 2009. ASP.NET MVC വരുന്നത് വരെ അത് ഓടി. അതേമാതിരി തന്നെ നല്ലൊരു റിഫ്ലക്ഷൻ ലൈബ്രറി കമ്പയർഡ് ടു ജാവ സപ്പോർട്ട് ചെയ്തു. reflection.emit വഴി .NET കോഡ് ജനറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. എന്റെ തന്നെ സ്ലാങ് ഫോർ .NET എന്നുള്ളൊരു കമ്പൈലർ .NET റിഫ്ലക്ഷൻ API വെച്ചിട്ടാണ് മറ്റേ reflection.emit പാക്കേജ് വെച്ചിട്ടാണ് IL ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ആട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിംഗ് അഥവാ കസ്റ്റം ആട്രിബ്യൂട്ട് സപ്പോർട്ട് ചെയ്തു. പിൽക്കാലത്ത് ജാവ അനോട്ടേഷൻ സപ്പോർട്ട് ചെയ്തു. മൈക്രോസോഫ്റ്റ് C# ഒരു ജാവ ക്ലോൺ മാത്രമായിട്ടല്ല വളരെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ അവർ അതിന്റെ രീതിയിൽ ആഡ് ചെയ്തു. അപ്പൊ ദേ മെയ്ഡ് എന്താണ് ഒരു വയബിൾ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം കോൾ CLR. ഈ 2002 2003 .NET 1.0 വരെ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്ത് ഇറ്റ് ബിക്കേം എ സക്സസ്ഫുൾ മോഡൽ ഫോർ എ ലോങ് ടൈം. 2005 ആയപ്പോഴേക്കും ഒരു സ്റ്റെയിൽമേറ്റ് വന്നു. അതായത് ജാവയും C# ജനറിക്സ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ C# ജനറിക്സിന് ഒരു ഗുണമുണ്ടായിരുന്നു. ടൈപ്പ് സിന്തസിസ് ചെയ്യുന്നത് റൺ ടൈമിലാണ്. ഇന്ന സ്ഥാനത്ത് ജാവ വർക്ക് ചെയ്യുന്നത് ഒരു ഇറേഷർ എന്നുള്ള ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ്. അതായത് ജാവയിൽ നമ്മൾ ജനറിക്സിൽ ഒരു ടൈപ്പ് കൊടുക്കാന്നിരിക്കട്ടെ, ആ ടൈപ്പ് അനാലിസിസ് നടത്തിയതിനു ശേഷം java.lang.object ആയിട്ട് അത് കാസ്റ്റ് ചെയ്യപ്പെടും. C# ആവട്ടെ ടൈപ്പ് ഇൻഫർമേഷൻ ടൈപ്പ് റൈഫിക്കേഷൻ റൺ ടൈമിലാണ് നടത്തുന്നത്. C++ ആവട്ടെ കമ്പൈൽ ടൈം കോഡ് ഫാക്ടറി, അതായത് കോഡ് ജനറേഷൻ ആണ് ചെയ്തിരുന്നത്. C++ന്റെ മെത്തേഡ് അതുകൊണ്ട് മെറ്റാ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യും while doing generics. പക്ഷെ ജാവയും C# സപ്പോർട്ട് ചെയ്യില്ല. ജാവയുടെ ഒരു ലെക്സിക്കൽ ലെവൽ അഥവാ ഒരു ലാംഗ്വേജ് ലെവൽ ഫീച്ചർ ആണ്. C# കേസിലാണെങ്കിൽ അത് പ്ലാറ്റ്ഫോം ലെവലിലാണ് ജനറിക്സ് സപ്പോർട്ട് ചെയ്തത്. ജാവ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന സാധനം ജാവയിൽ ഉണ്ടായിരുന്നില്ല. ജാവ 1.5 അത് അനോട്ടേഷൻ കൊണ്ടുവരികയും അതേമാതിരി തന്നെ ആൾക്കാർ ഇപ്പൊ ജാവയില് ആൻഡ് എന്നുള്ള ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ബിൽഡിന് വേണ്ടി. അത് നാൻഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോർട്ട് ചെയ്യും. മൈക്രോസോഫ്റ്റ് MS ബിൽഡ് ഉണ്ടാക്കുകയും ചെയ്തു. അതേമാതിരി തന്നെ JUnit അഥവാ യൂണിറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സാധനത്തിന് പകരം NUnit എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കൊണ്ടുവന്നു. സ്പ്രിംഗ് MVC ജാവയിൽ പോപ്പുലർ ആയപ്പോൾ spring.net ഉണ്ടായിരുന്നു. സ്കാല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും scala.net ഉണ്ടായിരുന്നു. അതായത് എല്ലാ J ലൈബ്രറികൾക്ക് N ലൈബ്രറി. മൈക്രോസോഫ്റ്റിന്റെ ASP.NET പ്രോഗ്രാമിംഗ് മോഡൽ, ASP.NET വെബ് API പ്രോഗ്രാമിംഗ് മോഡൽ ജാവയിൽ ജാവ സെർവർ ഫേസസ് എന്ന നിലയിൽ പ്ലാറ്റ്ഫോമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ തുടങ്ങി. .NET came up with വിൻഡോസ് കമ്മ്യൂണിക്കേഷൻ ഫൗണ്ടേഷൻ. അതായത് മൈക്രോസോഫ്റ്റ് ട്രാൻസാക്ഷൻ സെർവർ, അതായത് ഒരു കോമ്പണന്റ് ട്രാൻസാക്ഷൻ മോണിറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് വിൻഡോസിന് അവർക്കൊരു
എൻ്റെ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഒരു ആപ്ലിക്കേഷൻ സെർവറുമാതിരി നേറ്റീവ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ 2005 ആയപ്പോഴാണ് ഒരു ജെന്യുവൻ ആപ്ലിക്കേഷൻ സെർവർ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നത് WCF-ന്റെ രൂപത്തിൽ. അതായത് അതേമാതിരി തന്നെ EJB ആയിരുന്നു ആ കാലഘട്ടത്തിലെ മറ്റേ പ്രോട്ടോകോൾ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. EJB 2.1 ആണ്. പക്ഷെ EJB 3 അവർ പോജോ ബേസ് ചെയ്തുകൊണ്ടാണ്. സ്പ്രിങ്ങിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അത് കാരണം. അപ്പൊ 2005-2006 ആയപ്പോഴേക്കും രണ്ടുപേരും ഏകദേശം ഒക്കെ സ്റ്റെയിൽമേറ്റ് ആവുകയാണ് ചെയ്തത്. പിന്നെയാണ് ടിൽ 2005 ബോത്ത് വെർ ഗോയിങ് നെക്ക് ആൻഡ് നെക്ക്. മൈക്രോസോഫ്റ്റ് 2008 അതായത് C#3 ലാംഗ്വേജിൽ അവർ അതേമാതിരി .NET ഫ്രെയിംവർക്ക് 3.5-ൽ ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ക്വയറി, അതായത് ഒരു ക്വയറി ലാംഗ്വേജ് വിത്തിൻ ദി ജാവ പ്ലാറ്റ്ഫോം അവർ സപ്പോർട്ട് ചെയ്യേണ്ട, വിത്തിൻ ദി C# ലാംഗ്വേജ് അവർ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്ന, നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇമ്പരറ്റീവ് ഊപ്പ് ലാംഗ്വേജ് ആയ ആൻഡ് ഫങ്ഷൻ ലാംഗ്വേജ് ആയ C#ല് ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്തു എന്ന് പറയാം. നമുക്ക് PLSQL, TSQL കുറിച്ച് അറിയാമല്ലോ. PLSQL and TSQL are languages used for writing stored procedures. സ്റ്റോർഡ് പ്രൊസീജിയർ എഴുതാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ കേസിലാണെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ആയ SQL-ന് ഒരു പ്രൊസീജിയറൽ ആവരണമാണെങ്കിൽ, ഇവിടെ ഇമ്പരറ്റീവ് പ്രൊസീജിയർ ലാംഗ്വേജ് ആയ C#ന് ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് സമ്മാനിക്കുകയാണ് ചെയ്തത്. ലിങ്കിന് ഡാറ്റാബേസ്, XML, ഒബ്ജക്ട്സ്, ഇനി ഏത് എൻറ്റിറ്റിയെ ആക്സസ് ചെയ്യാൻ പറ്റും പ്രൊവൈഡഡ് ദാറ്റ് ദെയർ ഈസ് എ ലിങ്ക് പ്രൊവൈഡർ. ഈ ലിങ്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ലാംഡ സപ്പോർട്ട് കൊണ്ടുവന്നു, അതായത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് കൊണ്ടുവന്നു, അനോണിമസ് ടൈപ്സ് കൊണ്ടുവന്നു, ഇതിന്റെ ഇത് ടൈപ്പ് ഇൻഫറൻസ് വന്നു. ഇതെല്ലാം ഓരോ എക്സ്റ്റൻഷൻ മെത്തേഡ് നെസ്റ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി വന്നു. ഇതൊരു സബ്ജക്റ്റ് തന്നെയാണ്. ഇറ്റ് റിക്വയർസ് എ സെപ്പറേറ്റ് വീഡിയോ ദാറ്റ് ഐ വിൽ ബി ടേക്കിംഗ് സംടൈംസ് ഡൗൺ ദി ലൈൻ. അതിനിടയ്ക്ക് സണ്ണിനെ ഒറാക്കിൾ അക്വയർ ചെയ്യുകയും അതൊരു കമ്മ്യൂണിറ്റിയിലൊരു ഭയങ്കര ഒരു അസ്വാസ്ഥ്യം ഉണ്ടാക്കുകയും ജാവ 6-ൽ വരേണ്ട ലാംഡ അത് പിൽക്കാലത്ത് ജാവ 8-ല് 2014-ലാണ് സപ്പോർട്ട് ചെയ്തത്. ഒരു 8 ഇയേഴ്സോളം ജാവ കമ്മ്യൂണിറ്റി വാസ് ലാഗിങ് ബിഹൈൻഡ് C#. മൈക്രോസോഫ്റ്റ് അതിനിടയ്ക്ക് 2010-ൽ ഡൈനാമിക് എന്നുള്ളൊരു കീവേഡ് ആഡ് ചെയ്തിട്ട് ജാവ സ്റ്റൈൽ പ്രോട്ടോടൈപ്പ് ഊപ്പ് സപ്പോർട്ട് ചെയ്യുകയും അതേമാതിരി തന്നെ ടാസ്ക് പാരലൽ ലൈബ്രറി, പാരലൽ ലിങ്ക് എന്നുള്ള ഇന്നോവേഷൻ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ C#ലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വേണമെങ്കിൽ ജാവ പ്ലസ് സ്കാല പ്ലസ് ഗ്രൂവി, അതായത് ജാവയും സ്കാലയും ഗ്രൂവിയും കൂടി നമ്മൾ ചേർത്താൽ നമുക്ക് C#ന്റെ ഫീച്ചേഴ്സ് കിട്ടും. ജാവ ഫോർ ദി ഊപ്പ്, സ്കാല ഫോർ ദ ഫങ്ഷണൽ ലാംഗ്വേജ് ആൻഡ് ദെൻ ഗ്രൂവി ഫോർ ദ ഡൈനാമിക് ലാംഗ്വേജ് സപ്പോർട്ട്. അപ്പോ ഗ്രൂവി ആൻഡ് ഗ്രെയിൽസ് മാതിരിയുള്ളതുണ്ട്. സ്കാല ഇന്ന് സ്പാർക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്കാലയ്ക്ക് ലിഫ്റ്റ് എന്നുള്ളൊരു പ്രോഗ്രാമിംഗ് മോഡലുണ്ട്. ജാവ ഇന്നും JVM ഈസ് ആക്ച്വലി ഗോയിങ് സ്ട്രോങ്. പക്ഷെ C# 2006 മുതൽ 2014 വരെ വാസ് ആക്ച്വലി ahead of as a language still it is ahead of Java. അതായത് വാല്യൂ ടൈപ്സ് ഒക്കെ സപ്പോർട്ട് ഉണ്ട് C#. ജാവയിൽ അതില്ല. അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എങ്ങനെയാണ് ഈ ജാവയുടെ കംബാക്ക് നോക്കാം. ലാംഡ സപ്പോർട്ട് ജാവ 8-ൽ കൊണ്ടുവരും, സ്ട്രീം സപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോ ഒരു പരിധി വരെ അത് ലിങ്കിന് ഈക്വലന്റ് ആണെന്ന് പറയാം. ലിങ്കിന്റെ ഉള്ളിലെ ലാംഡ ക്വയറി അത് സ്ട്രീം മാതിരിയാണ് ഇരിക്കുന്നത്. ലിങ്കിൽ മിക്സ്ഡ് മോഡും കോംപ്രിഹെൻഷൻ സിൻടാക്സ് ഉണ്ട്, അതിന് സപ്പോർട്ട് ഇല്ല. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലാംഡ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവോക്ക് ഡൈനാമിക് എന്നുള്ള ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ജാവ 7-ൽ സപ്പോർട്ട് ചെയ്ത് ലിവർ ചെയ്തിട്ടാണ് ലാംഡ ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് സ്കാല, ജാവ മാത്രമല്ല സ്കാല, കോട്ട്ലിൻ, ജൈത്തൺ ആൻഡ് JRuby. അപ്പൊ ഇന്ന് പുഷ് ജാവയിൽ നിന്ന് സം പീപ്പിൾ സേ ദാറ്റ് ജാവ ഇസ് ഡെഡ്, ലോങ് ലീവ് ദ JVM. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. മില്യൺസ് ഓഫ് ലൈൻസ് ഓഫ് ജാവ കോഡ് ആൻഡ് ആസ് എ ലാംഗ്വേജ് സ്റ്റിൽ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. പിന്നെ ഇതില് ബിഗ് ഡാറ്റ ഓഫറിങ്സ് വരെയാണ് ചെയ്തത്. അപ്പാഷെ സ്പാർക്ക്, ഫ്ലിങ്ക്, കാഫ്ക, സ്റ്റോം, യു നെയിം ഇറ്റ്, സാംസ, ബീം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ വേൾഡിലും ഈവൻ മൈക്രോ സർവീസസ് സപ്പോർട്ടിലും ജാവയ്ക്ക് നല്ല, അതായത് ഈ എന്താ പറയാ യുറേക്ക എന്നുള്ള ഡിസ്കവറി സർവീസ് ഉണ്ട്. പിന്നെ കാഫ്ക എല്ലാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ സർവീസസ് എഴുതാനും ജാവ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ,
ഓ, ഇതൊക്കെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഹിസ്റ്ററിയും പൊളിറ്റിക്സ് ആണ്. നമുക്ക് അതിന്റെ ഉള്ളോട്ട് കടക്കാം. അതായത് എന്തുകൊണ്ട് CLR JVM തമ്മിൽ കറസ്പോണ്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, മാപ്പിംഗും കൂടിയല്ല. അതായത് ഫോർ എവരി CLR ടെക്നോളജി കമ്പോണന്റ് there is a equivalent JVM component and vice versa. ASP.NET MVC, അതായത് മൈക്രോസോഫ്റ്റ് 2009 ആവരണം ചെയ്ത ഒരു ഇറക്കിയ ഒരു ടെക്നോളജിയാണ്. അതിനെ തത്തുല്യമായ ജാവ ഓപ്ഷൻ സ്പ്രിംഗ് MVC ആൻഡ് സ്ട്രട്സ് ആണ്. ഇപ്പൊ സ്പ്രിംഗ് ബൂട്ട് MVC എന്നൊക്കെ പറയാം. ASP.NET വെബ് ഫോംസ് ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഫേസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒറാക്കിൾ പ്രിഫർ ചെയ്യുന്നത് ജാവ സെർവർ ഫേസസ് ടെക്നോളജിയാണ്. WCF-ന് തത്തുല്യമായ ടെക്നോളജി JAX-WS, അതായത് ജാവ XML API ഫോർ വെബ് സർവീസസ്. ASP.NET വെബ് API-ന് നമുക്ക് വേണമെങ്കിൽ JAX-RS, ഇന്ന് സ്പ്രിംഗ് റെസ്റ്റ് ഒക്കെ JAX-RS സപ്പോർട്ട് ചെയ്യുന്നതാണ്. EF N-Hibernate-ന് പകരം നമുക്ക് JPA Hibernate ഉപയോഗിക്കാം. Pinvoke Common Drop-ന് പകരം JNI ഉണ്ട്. അതേമാതിരി തിരിച്ച്, അതായത് if you are a Java developer for JNI, you have got Pinvoke and Common Drop. ADO.NET-ന് JDBC ഉണ്ട്. യൂണിറ്റി ഗെയിം എഞ്ചിനെ കുറിച്ചല്ല പറഞ്ഞത്, യൂണിറ്റി ഡിപെൻഡൻസി ഇൻജക്ഷൻ അല്ലെങ്കിൽ ഓട്ടോഫാക്ക്, പിന്നെ അതേമാതിരി തന്നെ ഇപ്പോൾ ഡിപെൻഡൻസി ഇൻജക്ഷൻ .NET കോറിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൈക്രോസോഫ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ സ്പ്രിംഗ് DI ജാവ CD ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജി മാപ്പാണ്. അതായത് നിങ്ങൾ ഒരു മൈക്രോസോഫ്റ്റ് സൊല്യൂഷൻ എടുക്കുക, അവിടുത്തെ ആ ലേബലിലെ ASP.NET അവിടെ സ്പ്രിംഗ് MVC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Hibernate അവിടെ അല്ലെങ്കിൽ EF-ന്റെ അവിടെ JPA Hibernate സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് .NET-ന്റെ കറസ്പോണ്ടിങ് ജാവ ആർക്കിടെക്ചർ വരെ നമുക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് സ്ലൈഡ് കാണിക്കുന്നത് CLR-ഉം JVM-ഉം തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ്. ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവറി ലൈബ്രറി ഇൻ ജാവ വാസ് പോർട്ടഡ് ടു .NET ആൻഡ് സം ലൈബ്രറീസ് ഫ്രം .NET വാസ് പോർട്ടഡ് ടു ജാവ ആസ് വെൽ. സ്പ്രിംഗിന് സ്പ്രിംഗ് .NET ഉണ്ട്, പക്ഷെ അതിപ്പോ അത്രയും പോപ്പുലർ ടെക്നോളജി അല്ല. കാരണം .NET കോറും ഇതൊക്കെ വന്ന് ഇപ്പൊ സ്പ്രിംഗ് .NET-ന് അധികം പ്രസക്തിയില്ല. 2012-ന് ശേഷം അധികം ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടില്ല. JUnit-ന് NUnit ഉണ്ട്. ഇപ്പൊ XUnit ആണ് ഇപ്പൊ പോപ്പുലർ. ആൻഡിന് NAND MS ബിൽഡ് ഉണ്ട്. ഹൈബർനേറ്റിന് N-Hibernate ഉണ്ട്. JMOC-ന് NMOC ഉണ്ട്. ലുസീന് Lucene.NET ഉണ്ട്. iText PDF മാനിപ്പുലേഷൻ ഉള്ളത് iText.NET ഉണ്ട്. അപ്പൊ ഈ സ്ലൈഡ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ലൈബ്രറീസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി ടെക്നോളജി തമ്മിലുള്ള ഒരു മാപ്പിംഗ് കണ്ടു, ഇപ്പൊ ലൈബ്രറീസിന്റെ മാപ്പിംഗ് കണ്ടു. ഇനി നമുക്ക് ലാംഗ്വേജ് ഫീച്ചേഴ്സിന്റെ ബേസിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഊപ്പ് നമുക്ക് ജാവയിൽ സപ്പോർട്ട് ഉണ്ട്. എന്താ പറയാ, ഫംഗ്ഷണൽ C# ലെഫ്റ്റ് സൈഡിൽ. ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിന് ജാവ സ്കാല ഗ്രൂവി ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ജാവ കോട്ട്ലിൻ ഗ്രൂവി വേറൊരു കോമ്പിനേഷൻ എടുക്കാം. ജനറിക്സിന് 2 സ്ഥലത്തും ജനറിക്സ് ഉണ്ട്. ടൈപ്പ് ഇൻഫറൻസിന് സ്കാലയിൽ പോകണം, അല്ലെങ്കിൽ കോട്ട്ലിൻ ഉണ്ട് ടൈപ്പ് ഇൻഫറൻസ്. ഡൈനാമിക് ടൈപ്പിംഗിന് നമ്മൾ ഗ്രൂവി ലാംഗ്വേജ് ഓൺ ദ JVM ആണ് നല്ലത്. ലിങ്കിന് പകരം ലിമിറ്റഡ് ഫോം ഓഫ് ലാംഗ്വേജ് സപ്പോർട്ട് ബൈ ജാവ 8 സ്ട്രീംസ്. അപ്പൊ ജാവ 8-ലെ സ്ട്രീം സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ലിങ്കിന്റെ ഏറെക്കുറെ ഫീച്ചേഴ്സ് ഇത് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് പ്ലാറ്റ്ഫോംസ് ടെക്നോളജി തമ്മിലുള്ള മാപ്പിംഗ് ആണ്. പിന്നെ നമ്മൾ കണ്ടത് ലൈബ്രറീസ് തമ്മിലുള്ള മാപ്പിംഗ് ആണ്. ഇപ്പൊ കണ്ടത് ലാംഗ്വേജ് ഫീച്ചേഴ്സ് തമ്മിലുള്ള മാപ്പിംഗ് ആണ്. ലെഫ്റ്റില് C#, റൈറ്റില് ജാവ. ഇനിയിപ്പോ നമുക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. അതായത് മോണോ പ്രോജക്റ്റ്, ഇപ്പൊ മോണോ സാമറിനാവുകയും സാമറിനെ മൈക്രോസോഫ്റ്റ് വാങ്ങിക്കുകയും പറ്റാത്തതിൽ അതിന്റെ ഡെവലപ്മെന്റ് ഇത്തിരി സ്ലോ ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയാ ഗ്രൗണ്ട് അപ്പ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി .NET പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ .NET കോറും വന്നിട്ടുണ്ട് അവിടെ. പിന്നെ ASP.NET സപ്പോർട്ട് ഒക്കെ ഉണ്ട്. IKVM.NET അതൊരു സിഗ്നിഫിക്കന്റ് പ്രൊജക്റ്റ് ആണ്. നമുക്ക് ജാവയിൽ എഴുതിയ ഒരു പ്രോഗ്രാം .NET അസംബ്ലി ആക്കാനും .NET-ൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ ജാവ അസംബ്ലി ആക്കാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു മെയിൻറ്റെയിനർ ഇല്ല. അപ്പൊ ഈ വീഡിയോ അതിൽ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് IKVM സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ എഴുതിയ കോഡ് നമുക്ക് മോണോ ലൈബ്രറിയുടെ സഹായത്തോടെ നമുക്ക് ബൈനറി ട്രാൻസ്ലേഷൻ, അതായത് ബൈറ്റ് കോഡിനെ IL ആക്കാൻ വേണ്ടിയുള്ള ഒരു ലൈബ്രറിയാണ് IKVM. ഒരു ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതേമാതിരി തന്നെ IL-നെ ജാവ ബൈറ്റ് കോഡ് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ .NET-ന്ന് കോഡ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ OpenJDK-യുടെ മറ്റേ .NET അല്ലെ മോണോ പ്രൊജക്ടിന്റെ സാധനങ്ങൾ കോപ്പി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ മൈക്രോസോഫ്റ്റ് ക്രോസ് പ്ലാറ്റ്ഫോം .NET-ന് വന്നിട്ടുണ്ട്. .NET കോർ, അതേമാതിരി തന്നെ അവർക്ക് .NET ക്ലാസിക്, .NET കോർ. ഇത് .NET ലിറ്ററേച്ചർ വായിച്ച് പഠിക്കുക. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള്
ലാംഗ്വേജ് തമ്മിലുള്ള കറസ്പോണ്ടൻസ് പഠിച്ചു, എൻ ലൈബ്രറീസ് തമ്മിലുള്ളത് പഠിച്ചു, ലാംഗ്വേജ് തമ്മിലുള്ള പഠിച്ചു. പിന്നെ ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രോപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം, ഈ സ്ലൈഡിന്റെ ഉദ്ദേശം. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ട് .NET ഡെവലപ്പേഴ്സ് ജാവ ലേൺ ചെയ്യണമെന്ന്. അതായത് മോസ്റ്റ് ഓഫ് ദി വേൾഡ്സ് ഹൈ നെറ്റ്വർക്ക് കോർപ്പറേഷൻസ് യൂസ് ജാവ ഫോർ ദെയർ ഫ്രണ്ട് ഫേസിംഗ് സൈറ്റ്. അതായത് മൈക്രോസോഫ്റ്റിന്റെ കേസിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം വിച്ച് ആക്ച്വലി യൂസ്ഡ് ASP.NET MVC. ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് ഒക്കെ കുറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ALT.NET എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രഷർ മൂലമാണ് മൈക്രോസോഫ്റ്റ് ASP.NET MVC സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ASP.NET MVC അറിയുകയാണെങ്കിൽ സ്പ്രിംഗ് MVC ആർ വെരി മച്ച് അറ്റ് ഹോം. അതായത് അപ്പോൾ അതാണ് ആദ്യത്തെ ഇത്. പിന്നെ ജാവ പീപ്പിൾ ഏൺ മോർ റെസ്പെക്ട് ആൻഡ് കോമ്പൻസേഷൻ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കുക. ഞാൻ വിഷ്വൽ C++ല് കാലങ്ങളോളം വർക്ക് ചെയ്ത്, ഞാൻ ജാവയിൽ 2-3 പ്രോജക്ട് ചെയ്തെങ്കിലും ഫോർ സം റീസൺ ഐ യൂസ്ഡ് ടു ഓൺലി ഗെറ്റ് വിഷ്വൽ C++ ആൻഡ് .NET പ്രോജക്ട്സ്. അങ്ങനെ ഞാൻ 2008 ആകസ്മികമായിട്ടാണ് വീണ്ടും ജാവയിലേക്ക് വരുന്നത്. ഞാൻ 2011 ആയപ്പോൾ ജാവയിലേക്ക് സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ .NET-ഉം ജാവയും C++ഉം ഒരേ സമയം ആർക്കിടെക്ട് ചെയ്യുകയും അതിൽ കൺസൾട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള റെലവൻസ് ശരിക്കും കൂട്ടുകയാണ് ചെയ്തത്. ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ഓക്കെ ജാവ അറിയാവുന്ന ഒരാളുടെ .NET പഠിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ C# is the most powerful language ever created and ജാവയുടെ ഷോർട്ട് കമ്മിങ്സ് എന്താണെന്ന് മനസ്സിലാക്കും. അതേമാതിരി തന്നെ he will be able to appreciate certain Java technologies. Big data world and Microsoft world, ഈ microservices world Java how beautiful it is. അതേമാതിരി ഒരാളുടെ .NET അറിയാവുന്ന ഒരാൾ ജാവ പഠിക്കുകയാണെങ്കിൽ he will get opportunity to work with all the myriad Java libraries out there. അതേമാതിരിയല്ല .NET-ൽ നല്ല പ്രബുദ്ധത വെക്കുകയും ജാവ will actually increase his span and at a solution architecture level he can do better. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ടൂൾസ് ആർ ടു കംഫർട്ടിങ്. അതായത് ഇപ്പൊ എന്താ വെച്ചാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആണെങ്കിൽ $millions മുടക്കിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഫിനസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ, അതായത് മൈക്രോസോഫ്റ്റിന്റെ ടൂൾസ് മിസ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ എക്ലിപ്സോ ഇന്റലിജയോ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ജനറേഷൻ പുറകിലാണ് ഈ ടൂൾ. ഇന്റലിജ ഐഡിയ ഇസ് എ വെരി ഗുഡ് ഐഡിയ ഫോർ ജാവ ഡെവലപ്പേഴ്സ്. പക്ഷേ വിഷ്വൽ സ്റ്റുഡിയോ കണ്ട ഒരാൾക്ക് അതൊരു അത്ര രസിക്കണമെന്നില്ല. പിന്നെ ജാവയില് നല്ല ലൈബ്രറീസ് അവൈലബിൾ ആണ്. പിന്നെ ഗൂഗിൾ ആപ്പ് എൻജിൻ, ആമസോൺ ബീൻസ്റ്റോക്ക്, യു നെയിം ഇറ്റ്, ബിഗ് ഡാറ്റ എല്ലാം പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ .NET ഡെവലപ്പേഴ്സിന് ലേൺ ചെയ്യാൻ സാധിക്കും. ജാവയും .NET-ഉം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ജാവ JVM ആൻഡ് .NET ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ ചിമ്പാൻസി. 98% ജനറ്റിക് കൊഹറൻസ് ഉണ്ട്. അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇതിന്റെ 1-to-1 കമ്പാരിസൺ ഇവർ തമ്മിലുള്ള ലീഗൽ ബാറ്റിൽ, അതായത് രണ്ട് കോർപ്പറേഷൻസിന്റെ പൊളിറ്റിക്സിൽ നമ്മൾ എന്തിനാണ് പെടുന്നത്. ഐ ആം എക്സ്പെക്ടിങ് ദാറ്റ് .NET ഡെവലപ്പേഴ്സ് വിൽ show interest to learn Java and Java developers will show interest to learn .NET as well. Why should Java developers learn .NET? The most advanced programming language in the world with support for class-based hoop, prototype hoop, lambda abstraction, link generics, inline native code, etc. C# is the most advanced programming language ever invented. At least a practical programming language ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. It doesn't support every aspect of functional programming. പക്ഷേ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് പാരാഡൈംസ് ഒക്കെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The C# ecosystem can help you to program Windows, Xbox. അതായത് അതർവൈസ് ജാവ ഡെവലപ്പേഴ്സിന് റീച്ച് ഇല്ലാത്ത കുറെ ഏരിയയിലേക്ക് എന്താ പറയാ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. It is easy for Java developers to cross skill. Understand the comfort of Visual Studio Editor. അതായത് വിഷ്വൽ സ്റ്റുഡിയോ എന്താണെന്നുള്ളത് ജാവ ആൾക്കാർ കാണുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ .NET ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഞാനൊരു 2014 എഴുതിയൊരു ആർട്ടിക്കിളാണ് ഈ സ്ലൈഡ്. അതായത് വൈ ഷുഡ് ജാവ ഡെവലപ്പേഴ്സ് ലേൺ .NET ആൻഡ് വൈസ് വേഴ്സ. ഇത് ഇവിടെ തെറ്റി. അതായത് വിച്ച് സ്റ്റാക്ക് യു ഷുഡ് ലേൺ എന്നാണ് അവിടെ വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ സൺ ഒറാക്കിൾ സ്റ്റാക്ക് ഉണ്ട്. അതായത് അതേമാതിരി തന്നെ അപ്പാഷയുടെ ഓഫറിങ്സ് ഉണ്ട്. അതേമാതിരി തന്നെ ജേബോസിന്റെ വേറൊരു സ്റ്റാക്ക് ഉണ്ട്, സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്. മറ്റേ അതേമാതിരി IBM-ന് അവരുടെ വെബ്സ്ഫിയർ എക്കോസിസ്റ്റം ഉണ്ട്. സ്പ്രിങ് ഒരു മെറ്റാ പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏത് ജാവയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഈ ആർട്ടിക്കിൾ വായിക്കാം. അപ്പൊ എന്റെ ഈ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ .NET അറിയാവുന്ന ഒരാൾക്ക്
ജാവ പഠിച്ചാൽ അയാൾക്ക് .NET നന്നായി മനസ്സിലാവും, മാത്രമല്ല അയാൾക്ക് എക്സ്ട്രാ ഇൻസൈറ്റ് ഇൻ ടു കമ്പ്യൂട്ടിംഗ് ഇൻ ജനറൽ വയ്ക്കും. അതേമാതിരി തന്നെ റെസ്പെക്ട് ഇൻ ദ പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റി കൂടും. അതായത് നിങ്ങൾക്ക് .NET ജാവ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒരു ജാവ ഡെവലപ്പറിന് വന്ന് നിങ്ങളെ തൊണ്ടാൻ സാധിക്കില്ല. അതെ, പിന്നെ അതേമാതിരി ജാവ ഡെവലപ്പേഴ്സ് .NET പഠിക്കണമെന്ന് വെച്ചാൽ ഈ ജാവ ഡെവലപ്പേഴ്സ് പൊതുവെ ഫയൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നതിലും ഒക്കെ കുറച്ച് വീക്കാണ്. അപ്പൊ .NET പ്ലാറ്റ്ഫോം പഠിക്കുമ്പോൾ അവർ വിൻഡോസിനോട് കൂടുതൽ പ്രതിപത്തിയൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഭേദഭാവം ഉണ്ടല്ലോ, .NET ഞാൻ .NET ആണ്, ഞാൻ ജാവയാണ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസ്ലെസ് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അപ്പോ ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ആഫ്റ്റർ സീയിങ് ദിസ് വീഡിയോ ആൻഡ് ഗോയിങ് ത്രൂ ദീസ് സ്ലൈഡ്സ്, I assume that okay, you will show more interest in learning. If you're a .NET developer, you will show interest in learning Java, and if you're a Java developer, you will show interest in learning .NET. Nandi, namaskaram.